എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ ഉപകാരപ്രദമാകുന്ന കുറേ ഏറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 1-2 മാസമായി കാണും നമ്മൾ അനാർക്കലിയുടെ ഹെയർ ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇപ്പം 1-2 വീഡിയോകളായിട്ട് ഫെയർനെസ് ഓയിൽ പരിചയപ്പെടുത്തി. ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയും പ്രോഡക്റ്റ് വാങ്ങിക്കുകയും വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും അതിലേറെ നന്ദിയും നിങ്ങൾ ഓരോരുത്തരോടും കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഹെയറിൻ്റെ വീഡിയോസ് ചെയ്യുമ്പം നമ്മളോട് പറഞ്ഞ പ്രകാരമാണ് നമ്മളൊരു ഓയിലിലോട്ട് വരികയും പിന്നെ നമ്മൾ ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പം സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ മാറാൻ എന്താണ് മാർഗം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലിലോട്ടൊക്കെ എത്തിയിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ചേർത്തടങ്ങിയിട്ടുള്ള ഈ 2 പ്രൊഡക്റ്റും ഒരുപാട് പേരിലോട്ട് എത്തുകയും ഇന്നും ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മളെ വിളിക്കുന്ന ഓരോ കസ്റ്റമറിനോടും നമ്മൾ വളരെ ജെനുവിനായിട്ടാണ് കാര്യങ്ങൾ പറയണത്. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നാളെ നിങ്ങൾക്ക് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. വിളിച്ചവർക്കറിയാം കിട്ടില്ല. നമ്മളൊരു 3-4 ആഴ്ച ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് മുടി പൊഴിയോ താരനോ ചൊറിച്ചിൽ അതുപോലെ തന്നെ മുടി നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10, 70, 80 അല്ലെങ്കിൽ ആ ഒരു ഏജ് കൂടുതലൊക്കെ ആകുമ്പോൾ സർവ്വസാധാരണമാണ് നമ്മുടെ മുടി നരയ്ക്കുക എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിനോടൊപ്പം നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്നലെ നമ്മളെ വിളിച്ചവരുണ്ട്, ഒരുപാട് പേര് വിളിച്ച് നമ്മൾ വിളിക്കരുത് മെസ്സേജ് മാത്രം അയക്കാവുള്ളൂ എന്ന് പറഞ്ഞാലും നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നമ്പറിൽ കോൾ വന്നതിനെ എടുത്ത് സംസാരിക്കും. അന്നേരം ഒത്തിരി പേര് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇപ്പോൾ എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇപ്പോൾ 1-2 മുടി നരച്ച ഉടനെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഉപയോഗിച്ച് അതിന് പെട്ടെന്നായിരിക്കും ചിലർക്ക് ആ ഒരു അലർജി പ്രശ്നം ഉണ്ടാവും, ചിലർക്ക് കാലക്രമേണയായിരിക്കാം. അന്നേരം അതിനൊക്കെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ. വീണ്ടും വീണ്ടും ഞാൻ പറയണില്ല, മിക്ക ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടതാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ആട്ടുവെളിച്ചെണ്ണയിൽ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നാടൻ നെല്ലിക്ക, നമ്മൾ മുടി കറുപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഒരു ഓയിലിൽ ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചനക്കല്ല്, ഗന്ധപാല, അതുപോലെ തന്നെ ബ്രഹ്മി, അങ്ങനെ മൈലാഞ്ചി, ഒരുപാട് ചേരുവകൾ നമ്മൾ ചേർത്ത് ആട്ടുവെളിച്ചെണ്ണ തയ്യാറാക്കുന്ന നമ്മുടെ ഈ ഒരു അനാർക്കലി ഹെയർ ഓയിൽ 100 ml 200 ml ഇത് അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അനാർക്കലി ഫെയർനെസ് ഓയിൽ എന്ന് പറയുമ്പോൾ സ്കിന്നിലുണ്ടാവുന്ന ഏത് തരത്തിലുള്ള കറുത്ത പാടുകൾ മാറി, കരിവാളിപ്പൊക്കെ മാറി, ചിക്കൻ ബോക്സ്, മുഖക്കുരു അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തിൻ്റെയും പാടുകൾ മാറി നാച്ചുറലായിട്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നിക്കുകയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും നിലവിലുള്ള സ്കിന്നിന്റെ കളറിനെ കാട്ടി ഒരു 3-4 ഷെയ്ഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ നമ്മൾ വേറെ കെമിക്കൽ ഒന്നും ചേരാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇത്. ഫുൾ ബോഡി വൈറ്റനിങ്ങിന് ഉപയോഗിക്കാം. നാടൻ മഞ്ഞൾ, അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാല്, പപ്പായ, പിന്നെ കുങ്കുമപ്പൂവ്, അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അന്നേരം നമ്മളിത് ഇതും 100 ml ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള ഫേസ് പാക്ക്, ക്രീമുകൾ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് വാങ്ങിക്കുന്ന രീതിയിലോട്ട് മതി. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അന്നേരം അത് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുമ്പം അത്രയേറെ നമുക്ക് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഒരാളുടെ കഷ്ടപ്പാടല്ല അത്. അന്നേരം ഇത് രണ്ടും നിങ്ങളെ നമ്മളിപ്പം അനാർക്കലി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും വേണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഒരു മോഹന വാഗ്ദാനങ്ങളും ഒറ്റ യൂസ് മാറുമെന്നൊന്നും നമ്മൾ പറയണില്ല കേട്ടോ. നമ്മൾ വിളിക്കുന്നവർക്കറിയാം. ഞാൻ വീണ്ടും പറയുകയാണ്, 3-4 ആഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിന്റെ റീസൺ കണ്ടുപിടിക്കണം. നമുക്ക് അമിതമായിട്ട് കുഞ്ഞു നാളിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം മുടി പൊഴിച്ചിൽ, താരൻ, അതുപോലെ മുടി നരയ്ക്കുക എന്നൊക്കെ ഉള്ളത് ചെറിയ പ്രായത്തിലെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ഡോക്ടറുടെ സഹായത്തോടുകൂടി കാരണങ്ങൾ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. മിക്ക ആൾക്കാർക്ക് വൈറ്റമിൻ ഡി കുറവ്, ഉറക്കമില്ലായ്മ, പിന്നെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളവർ ഏതെങ്കിലും മരുന്ന് എടുക്കുന്നതിന്റെ ഫലമായിട്ടൊക്കെ ഈ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്.
അത് PCOD, ഹോർമോൺ ചേഞ്ചസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പോലും ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക, ആഹാര കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണം വെക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും 100% റിസൾട്ട് കിട്ടും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പെതുക്കെ അങ്ങ് മാറ്റുക. എന്നിട്ട് ആ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഈ ഒരു ഇല മിക്ക ആൾക്കാർക്കും അറിയാം, നമ്മൾ ഒരുപാട് വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. കേശവർത്തിനി, കേശകാന്തി, കേശ സംരക്ഷണി എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് കാണുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലാണ്, തണുപ്പ് ഉള്ള സ്ഥലത്താണ് കൂടുതൽ കാണുന്നത് കേട്ടോ. നല്ലതാണ് മുടി വളരുന്നതിന്, നല്ലൊരു പാക്കാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പിന്നെ പേരയുടെ തളിരിലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1-2 മൂടൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണേ അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ റോഡിൽ നിന്ന് 3-4 മൂട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങും കിട്ടാറില്ല. പിന്നെ ഇത് മിക്ക നമ്മുടെ നേഴ്സറികളിലും വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു കേശവർത്തിനി അത്ര ഡിമാൻഡുള്ളൊരു കാര്യമാണ് കേട്ടോ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഇത് വെറുതെ നമ്മൾ അരച്ച് തലയോട്ടിലും തലമുടിയിലും തേച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തുളസിയില അല്ലെങ്കിൽ പനിക്കുറുക്കയും കൂടെ വേണമെങ്കിൽ അതിലേക്ക് കൊടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ തലേന്നേ നമ്മൾ കുതിർത്ത് വെച്ചായിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. അത് 1-2 സ്പൂൺ ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു നല്ലൊരു തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഞാൻ നെല്ലിക്കയും എടുത്തില്ല, അതുപോലെ തന്നെ ഉലുവയും എടുത്തില്ല കേട്ടോ. അതൊന്നും തണുപ്പ് വലിയ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ അതും കൂടെ കുതിർത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ഉണക്കുകയാണെങ്കിൽ കുതിർത്ത് ചേർക്കാം, പച്ചയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് അരച്ചാൽ മതി കേട്ടോ. ലേശം വെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേയിലവെള്ളം അല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ സാധാ വെള്ളമാണ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. കഞ്ഞിവെള്ളം പുളിച്ച് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, ഉപ്പിടാത്തയാണെങ്കിൽ. ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റിയൊക്കെ അത് അരിഞ്ഞ് വരട്ടെ കേട്ടോ. കാരണം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വരട്ടെ. നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് മടിയായതുകൊണ്ട് അരിപ്പയാണ് കണ്ടത്, അതിലോട്ടങ്ങ് വെച്ചു. ഈ മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യുന്നത് നല്ല പാടാണല്ലേ. ലേശം വെള്ളവും ഒരു തുള്ളി ലിക്വിഡും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കും. അന്നേരം ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ലപോലെ ക്ലീൻ ആയി കിട്ടും മിക്സിയുടെ ജാറ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിനെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ മാക്സിമം നീര് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സുലഭമായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് പാക്കും ഡൈയും അതുപോലെ ഹെയർ സിറം ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളത്, ഇതിപ്പോൾ ആർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, നല്ല കിട്ടിയിലൊരു പാക്ക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത തണുപ്പ് ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത തൈരാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലൊക്കെ എടുക്കുന്ന ചേരുവകളിലൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിപ്പം ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്. ഇപ്പം തൈര് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പാക്ക് മുട്ട മാത്രമായിട്ടൊക്കെ നമ്മുടെ തലമുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് മിക്കതും നമ്മൾ ആഹാരമായിട്ട് എടുക്കുന്നതാണ് നമ്മൾ മിക്കത് ഇതിലെടുത്തിരിക്കുന്നത്. കേശവർത്തിനി ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ഉള്ള സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാൻ ഒട്ടും സമയമില്ല, നമ്മൾ തിരക്കുള്ള ആൾക്കാരാണ്, ജോലിക്ക് പോകുന്നവരാണ്, വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും എങ്ങോട്ട് തിരിഞ്ഞാലും ജോലിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതിനാണ് നമ്മൾ അനാർക്കലിയുടെ ഹെയർ ഓയിലും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ചില പാക്കുകളൊക്കെ ഇടുമ്പോൾ ഒരുപാട് മുടി ഡ്രൈ ആയി പോവാതെ നമുക്കെന്നാൽ ഒരുപാട് പറന്ന് കിടക്കാത്ത രീതിയിൽ കിടക്കണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉള്ളൊരു നല്ലൊരു സൊല്യൂഷനാണ് അനാർക്കലി ഹെയർ ഓയിൽ. കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് അല്പം ഡ്രൈ ആയി പോവില്ല. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ഡ്രൈനെസ് വരില്ല ഒരിക്കലും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും മൊത്തം തേച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കഴുകിക്കളയണം. നോർമൽ വാട്ടർ അത്ര റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നതുമാണ് കേട്ടോ. അതിന് ഇതിന് ഒരു നല്ലൊരു മണം, നമ്മൾ മുടിയിൽ ഷാമ്പൂവിൻ്റെ ഒക്കെ ഒരു മണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1-2 ഡ്രോപ്പ് നമ്മളിതിലേക്ക് ഷാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ സിമ്പിളായിട്ട് ആർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാക്ക് റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അത് സിമ്പിളാണ്, നല്ല ഹെൽത്തിയാണ്. നമ്മൾ മുടി സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാം ആഹാരം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും നന്നാവും കേട്ടോ. അതുപോലെ തന്നെ
2 മുട്ട ലേശം ഉപ്പ് ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ ഉപ്പ് മാത്രം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും മുടി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പം ഒന്നെങ്കിലും നമ്മൾ കഴിക്കാനുള്ള ആഹാരമായിട്ടോ ഡ്രിങ്കായിട്ടോ എന്തെങ്കിലും ഒന്ന് അതിൽ കാണും എപ്പോഴും അല്ലേ. ഒന്നെങ്കിൽ ഒരു പാക്ക് കാണും, ഡൈ കാണും, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മളൊരു 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരാൾക്കുള്ളതാണ് കേട്ടോ. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും നമ്മൾ കഴിക്കുക, ഒരു നെല്ലിക്ക കഴിക്കുക, ഏറ്റവും നല്ലതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് മുതൽ മുടക്കാണ്ട് നമ്മുടെ ആരോഗ്യവും പ്ലസ് സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ശീലമാക്കാം. ഇപ്പോൾ നമ്മൾ ദോശ, ഇഡലി, ചപ്പാത്തി അങ്ങനെയൊക്കെ വലിയ വലിയ ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ തലേന്നേ അതിന് ഇപ്പം ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും ഒക്കെ നമ്മൾ തലേന്ന് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വേണം. ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടിലൊക്കെ ഇരട്ടി ഗുണവും കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഏത്തക്ക പഴുത്തതാണ് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ റോള് പോലെ ആക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇതിലേക്ക് സിമ്പിളായിട്ട് നമ്മൾ കറുത്ത എള്ള്. ഇപ്പം എള്ളും നമുക്ക് ഏറ്റവും ഗുണകരമാണ്. ഈ നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവയും പാക്കാണെങ്കിലോ ഡൈ ആണെങ്കിലോ സിറമാണെങ്കിലോ ഇപ്പോൾ ഫുഡിലാണെങ്കിലും എടുക്കുന്നതെല്ലാം തന്നെ എങ്ങനെ നോക്കിയാലും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ 101% നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അന്നേരം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹെയർ ഓയിൽ പറഞ്ഞിട്ടുണ്ട്, ഫെയർനെസ് ഓയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടവർക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. നന്ദി, നമസ്കാരം. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്.